പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾക്കു മുന്നിൽ പ്രണാമം. ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളാൽ വിരചിതമായ ശ്രീവാസുദേവാഷ്ടകം എന്ന കൃതിയിലെ 8ാമത് ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഭക്തപ്രിയായ ഭവശോകവിനാശനായ മുക്തിപ്രദായ മുനിവൃന്ദനിഷേവിതായ നക്തം ദിവം ഭഗവതേ നതിരസ്മദീയ ശ്രീഭൂപദേ ഹരഹരേ സകലാമയം മേ. ഭക്തപ്രിയായ ഭവശോകവിനാശനായ മുക്തിപ്രദായ മുനിവൃന്ദനിഷേവിതായ നക്തം ദിവം ഭഗവതേ നതിരസ്മദീയ ശ്രീഭൂപതേ ഹരഹരേ സകലാമയം മേ. ഭക്തപ്രിയായ, ഭക്തന്മാരിൽ പ്രിയമുള്ളവന്, ഭവശോകവിനാശനായ, സംസാര ദുഃഖ വിനാശകന്, മുക്തിപ്രദായ, മുക്തി പ്രദാനം ചെയ്യുന്നവന്, മുനിവൃന്ദ നിഷേവിതായ, മുനിവൃന്ദങ്ങളാൽ സേവിക്കപ്പെടുന്നവന്, ഭഗവതേ അങ്ങനെയെല്ലാമുള്ള ഭഗവാന്, നക്തം ദിവം രാപകൽ ഭേദമില്ലാതെ എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും എന്നർത്ഥമാണ്. നതിരസ്മദീയ, നദി അസ്മദീയ എന്നാണ്. എൻ്റെ നമസ്കാരം ഭവിക്കട്ടെ, അല്ലെ ഞങ്ങളുടെ നമസ്കാരം ഭവിക്കട്ടെ എന്നും പറയാം. ശ്ലോകാർത്ഥം സംക്ഷേപിച്ചിങ്ങനെ പറയാം. ഭക്തപ്രിയനും സംസാര ദുഃഖ നിവാരണനും മുക്തിപ്രദായകനും മുനിവൃന്ദങ്ങളാൽ സേവിക്കപ്പെടുന്നവനുമായ ഭഗവാന് എപ്പോഴും നമസ്കാരം. ശ്രീഭൂപതേ ഹരഹരേ, എൻ്റെ സകല ആമയങ്ങളും തീർത്തു തരുമാറാകണമേ. ഭക്തിക്ക് പല തലങ്ങളുണ്ട്. സാത്വികി, രാജസി, താമസി, ഗുണാതീത ഇവയാണ് ഭക്തി ചതുഷ്ടയം. 4 പിരിഞ്ഞ് ഒന്നായി വർത്തിക്കുന്ന വൈകാരിക ഭാവമാണ് ഭക്തി എന്ന് സാരം. ഭക്തിയുടെ 4 പാദങ്ങളാണ് സാത്വികി, രാജസി, താമസി, ഗുണാതീത എന്നീ ഭക്തിഭാവങ്ങൾ. ശ്രവണം, കീർത്തനം, സ്മരണം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, സേവനം, ആത്മനിവേദനം എന്നിവ ഭക്തിയുടെ 9 ഭേദങ്ങളാണ്. സത്സംഗങ്ങളിൽ പങ്കുകൊള്ളുകയും ഭക്തിപരമായ വിഷയങ്ങളെ അധികരിച്ചുകൊണ്ടുള്ള പ്രഭാഷണങ്ങൾ കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്നതിനെയാണ് ശ്രവണഭക്തി എന്ന് പറയുന്നത്. ആരാധ്യ ദേവതകളെപ്പറ്റിയുള്ള കീർത്തനങ്ങൾ ആലപിക്കുകയും ദേവതകളെപ്പറ്റി പഠിക്കുകയും ചെയ്യുന്നതാണ് കീർത്തനഭക്തി. പ്രകീർത്തനവും സ്തുതിപാടലുമാണ് കീർത്തന ഭക്തന്മാർക്ക് പ്രിയം. ആരാധ്യ ദേവതകളെ സങ്കല്പിച്ച് ദ്രവ്യാദികൾ സമർപ്പിച്ച് നടത്തുന്ന ആരാധനയാണ് അർച്ചന. അർച്ചനകൾ നേരിട്ടും വഴിപാടുകളായും നടത്തപ്പെടുന്നുണ്ട്. ഭക്തന്മാരുടെ ദ്രവ്യലാഭമോഹ സഫലീകരണത്തിനും അഭീഷ്ടസിദ്ധിക്കും അർച്ചനകൾ ഗുണകരമാണെന്നാണ് വിശ്വാസം. ആരാധ്യദേവന്മാരെ തൊഴുതു വണങ്ങി സമർപ്പിത ബുദ്ധിയോടുകൂടി സർവപ്രവൃത്തികളും ഈശ്വരചിന്തയോടുകൂടി ചെയ്യുന്ന ഭക്തിവിശേഷമാണ് വന്ദനഭക്തി. സദാചാരപരതയോട് ചേർന്ന് നിൽക്കുന്ന അനുഷ്ഠാനപ്രധാനമായ ഭക്തിമാർഗമാണിത്. ആരാധ്യദേവന്മാരെ യജമാനഭാവത്തിൽ സങ്കല്പിച്ച് ദാസ്യഭാവത്തോടുകൂടി നടത്തുന്ന ആരാധനയാണ് ദാസ്യഭക്തന്മാർക്കിഷ്ടം. മതകൽപ്പനകൾ അണുവിട തെറ്റിക്കാതെ ജീവിതം നയിക്കുന്ന ഭക്തന്മാരാണ് ദാസ്യഭക്തന്മാർ. അക്കൂട്ടത്തിൽ
മതപൗരോഹിത്യത്തിന് വിധേയപ്പെട്ടു ജീവിക്കുന്ന മത അടിമകളാണുള്ളത്. അന്ധഭക്തിയിലേക്കും തീവ്ര വൈകാരികതകളിലേക്കും ഒക്കെ ആകർഷിക്കപ്പെട്ടു പോകുന്ന കൂട്ടരാണവർ. ഇക്കൂട്ടർ ദൈവീകജ്ഞാനം ശരിയായി സമ്പാദിച്ചവരല്ല. ആരാധ്യ ദേവതകളെ സഖാഭക്തിഭാവത്തിൽ ദർശിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നവരാണ് സഖ്യഭാവഭക്തിയുള്ളവർ അല്ലെങ്കിൽ സഖാഭക്തിയുള്ളവർ. കൃഷ്ണാർജുന ഭക്തി സഖാഭക്തിയുടെ ഉത്തമ ദൃഷ്ടാന്തമാണ്. ആത്മനിവേദനം എന്ന ഭക്തിമാർഗം ജ്ഞാനാധിഷ്ഠിതമാണ്. ആരാധനാമൂർത്തിയെ താത്വികമായി സാക്ഷാത്കരിച്ച് ഉപാസിക്കുന്ന ജ്ഞാനഭക്തന്മാരാണ് ആത്മനിവേദന ഭക്തിയുള്ളവർ. ഇക്കൂട്ടർ പഠനം, ഗവേഷണം, നിരീക്ഷണം ഇത്യാദികളിലൂടെ ആത്മതേജസ്സിനെ തെളിയിച്ചെടുക്കുന്നതിൽ തൽപരരാണ്. ശുദ്ധ സാത്വിക ചിന്തകൾ വെച്ച് പുലർത്തുന്നവരും സാത്വിക പൂജകൾ നടത്തി ആരാധന നടത്തുന്നവരുമായ സത്വഗുണപ്രധാനന്മാരാണ് സാത്വികീ ഭക്തിയെ അനുസന്ധാനം ചെയ്യുന്നത്. ജന്തുബലി പോലെയുള്ള നികൃഷ്ടവും നിഷ്ഠൂരവും ജീവകാരുണ്യരഹിതവുമായ ആരാധനാ സമ്പ്രദായങ്ങൾ പിന്തുടരുന്നവരാണ് താമസീ ഭക്തന്മാർ. വൈദിക പൗരോഹിത്യത്തെ പിൻപറ്റി യാഗാദികൾ നടത്തി ആരാധന നടത്തുന്നവരാണ് രാജസഭക്തന്മാർ. ആരാധനാമൂർത്തികളെ ദ്രവ്യാർപ്പണത്തിലൂടെ പ്രീതിപ്പെടുത്തി അഭീഷ്ട കാര്യസിദ്ധിക്കായി അവരെ ഇഷ്ടാനുവർത്തികളാക്കി കൂടെ നിർത്താം എന്ന വിശ്വാസമാണ് രാജസഭക്തന്മാർക്കുള്ളത്. പുരാതന കാലത്ത് നടത്തപ്പെട്ടിരുന്ന മഹായാഗങ്ങൾ രാഷ്ട്രീയ അടവുനയങ്ങളുടെ ഭാഗം കൂടിയായിരുന്നു. മേൽവിരിച്ച ഭക്തിമാർഗങ്ങൾ പിന്തുടരുന്നവരെല്ലാം അവരുടെ ആ ഭക്തിഭാവത്തിൽ വ്യത്യാസമുണ്ടെങ്കിൽ പോലും ഭവസാഗര തരണാർത്ഥമാണ് ആരാധനകൾ നടത്തുന്നത്. എല്ലാവരുടെയും ലക്ഷ്യം അതാണ്. അതിനുവേണ്ടി ഓരോരുത്തരും വ്യത്യസ്ത ഉപാസന സമ്പ്രദായങ്ങളാണ് പിന്തുടരുന്നത് എന്ന് മാത്രം. സകല സമ്പ്രദായങ്ങളും അറിവിൻ്റെ ഓരോരോ തലങ്ങളിൽ പ്രസക്തങ്ങളാണ്. ഏത് തരത്തിൽ ആരാധിച്ചാലും ഫലസിദ്ധി ഉണ്ടാകുമെന്ന് പറയപ്പെടുന്നതിൻ്റെ പിന്നിലുള്ള യുക്തി ഇതാണ്. ജ്ഞാനഭക്തി മാർഗത്തിൽ സഞ്ചരിക്കുന്നവർക്ക് ശാശ്വതമായ മുക്തി ലഭിക്കുന്നു എന്നാണ് ജ്ഞാനികളുടെ പക്ഷം. ഇതര ഭക്തിമാർഗങ്ങളിൽ ചരിക്കുന്നവർ ജനനമരണ ചങ്ങലയിൽ ബന്ധിതരായി തീരുന്നു എന്നും പറയപ്പെടുന്നു. ആത്മജ്ഞാനത്തിലൂടെയുള്ള ഭൗതിക ബന്ധന മുക്തി ജ്ഞാനഭക്തിയിലൂടെ മാത്രമേ സംസിദ്ധമായി തീരൂ എന്നാണ് ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ സാരം. വിദ്യ കൊണ്ട് സ്വതന്ത്രരാകുന്നത് എപ്രകാരമാണോ അപ്രകാരം ജ്ഞാനഭക്തി ജീവൻ മുക്തി പ്രദാനം ചെയ്യുന്നു എന്നാണ് വിഷ്ണു മോക്ഷദായകനാകുന്നു എന്ന സങ്കല്പത്തിലുള്ളത്. മുനിമാർ സത്യദർശന സാക്ഷാത്കാര ഭാഗ്യം ലഭിച്ച സുകൃതികളാണ്. വാദിക്കാനും ജയിക്കാനും അവർക്ക് താല്പര്യമേ ഇല്ല. മൗനാനുസന്ധാനമാണ് അവരുടെ ഭക്തി സാധന. മുനിവൃന്ദ നിഷേവിതായ എന്ന പ്രയോഗത്തിലൂടെ ഇക്കാര്യം കൂടി ഗുരു വെളിപ്പെടുത്തിയിട്ടുണ്ട്. വാഴ്ത്തുവാൻ വാക്കുകളില്ലാതെ വിഷ്ണു സ്വരൂപ ദർശന സൗഭാഗ്യത്തിൽ മതിമറന്ന് മൗനം ഭജിക്കുന്നവരാണ് മുനിമാർ. വിഷ്ണുവിന് മാനസപൂജ നടത്തി അവർ ആനന്ദം അനുഭവിക്കുന്നു. ഇപ്രകാരമെല്ലാമുള്ള മഹത്വങ്ങളോടുകൂടിയ വിഷ്ണുവിന് നമസ്കാരം ഭവിക്കട്ടെ എന്ന് ആശംസിക്കുവാനേ വിഷ്ണു സാക്ഷാത്കാരം നേടിയ ഗുരുവിനും സാധിക്കുന്നുള്ളൂ. അങ്ങനെയുള്ള ശ്രീഭൂപതിയും ഹരഹരനുമായ വിഷ്ണുവിനോട് എല്ലാവിധ ദുഃഖങ്ങൾക്കും ശാന്തി ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്
ഈ കൃതി ഉപസംഹരിച്ചിരിക്കുക. ഇവിടെ പുരാണേതിഹാസങ്ങളിലും വേദോപനിഷത്തുക്കളിലുമൊക്കെ നൽകപ്പെട്ടിരിക്കുന്ന കൃഷ്ണ സ്വരൂപ വർണ്ണനയിൽ നിന്നും വ്യത്യസ്തമായി ശ്രീവാസുദേവ തത്വത്തെ ദാർശനികമായ തലത്തിൽ പ്രതിഷ്ഠിച്ചിരുത്തി ഗുരു ധ്യാനയോഗ സാധനയിലൂടെ സാക്ഷാത്കരിച്ചെടുത്തതിൻ്റെ വാങ്മയ ചിത്രം കൂടിയാണ് ശ്രീവാസുദേവാഷ്ടകം എന്ന ശീർഷകത്തോടു കൂടിയ കൃതി. ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഗുരുധർമ്മം പുലരട്ടെ.